വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ സദൻ ലെബനനിൽ അതിന്റെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 37ആയി. ഇന്നലെ ഗസ സിറ്റിയിൽ ഒരു സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 22 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട ഹിസ്ബുള്ള പ്രവർത്തകരുടെ ശവസംസ്കാരം ശനിയാഴ്ച ബൈറൂത്തിൽ നടന്നു. ബന്ദികളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ടെലവീവിൽ 10,000 അണിനിരന്ന ശക്തമായ പ്രകടനങ്ങൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള അലിഖിതമായ യുദ്ധനിയമം ലംഘിച്ച ഇസ്രായേലിന്റെ മിസൈലുകൾ ലബനനിലുടനീളം തീത്തുപ്പി. അതിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡേഴ്സ് ഉൾപ്പെടെ സാധാരണ പ്രവർത്തകർ വരെ കൊല്ലപ്പെട്ടു. അതിലുപരി സാധാരണ മനുഷ്യർ, അവരിൽ അധികവും സ്ത്രീകളും കുട്ടികളും. വെള്ളിയാഴ്ച നടന്ന ഇസ്രായേലിന്റെ ആക്രമണത്തോടെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന 7 നില കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ കണ്ടെത്തുന്ന ശ്രമകരമായ ജോലി ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ടും തെക്കൻ ലബനോണിലെ 100 കണക്കിന് ഹിസ്ബുള്ള ലക്ഷ്യങ്ങളെ തേടി ഇസ്രായേലി മിസൈലുകൾ കുതിച്ചെത്തി. ഇസ്രായേലി മിസൈലുകൾ ലക്ഷ്യം തകർക്കുക തന്നെ ചെയ്തു. കാരണം ഇസ്രായേലിനെ പോലെ അതിനൂതനമായ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ലബനനിലില്ല. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ലബനനിൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം തുടരുമ്പോഴും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ 100 കണക്കിന് റോക്കറ്റുകൾ ചേരിപ്പായുന്നുണ്ട്. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രായേലിന്റെ ആക്രമണമാവട്ടെ അന്താരാഷ്ട്ര നിയമങ്ങളും യുദ്ധനീതികളും നിരാകരിക്കുന്നതുമാണ്. ബൈറൂത്തിൽ കൊല്ലപ്പെട്ടവരിൽ നല്ല പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാടെ തകർത്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ കൂട്ടക്കുരുതികൾ നടക്കുന്നത് മുഴുവൻ. അൽ ജസീറ ചാനലിനോടുള്ള ഇസ്രായേലിന്റെ പക അവസാനിക്കുന്നില്ല. ഫലസ്തീനിൽ നടക്കുന്ന നരഹത്യകൾ പുറലോകം കൃത്യമായി അറിയരുത് എന്ന നിർബന്ധം ഇസ്രായേലിനുണ്ട്. മുമ്പ് ഇസ്രായേലിനകത്തുള്ള അൽ ജസീറയുടെ ഓഫീസ് ഇസ്രായേൽ താഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഇതാ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുള്ള അൽ ജസീറയുടെ ഓഫീസിലും താഴ്ത്തിയിരിക്കുകയാണ്. വെറും 10 മിനിറ്റ് സമയം മാത്രമാണ് ഓഫീസിലുള്ള ജോലിക്കാർക്ക് അവരുടെ വസ്തുവകകൾ എടുത്ത് പുറത്തു പോകാൻ അനുവദിച്ചത്. അൽ ജസീറയെ നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സേന അൽ ജസീറയുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെ റാമല്ലയിലെ അൽ ജസീറയുടെ ഓഫീസും 45 ദിവസത്തേക്ക് താഴ്ത്തുപൂട്ടി ഇസ്രായേൽ സേന. ഇതേ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അൽ ജസീറ മാധ്യമ പ്രവർത്തക അബു അഖിലയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് 2022-ലാണ്. അതേസമയം ഇസ്രായേൽ സേനയുടെ ശക്തമായ ആക്രമണം സദൻ ലബനോനിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. തെക്കൻ ലബനോന്റെ പട്ടണങ്ങളിൽ അത്യുഗ്ര സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുവിറക്കാതെ ഉയർന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇസ്രായേലിന്റെ കൂടുതൽ അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈഫ തുറമുഖത്തിന് തെക്കുള്ള രമാ ഡേവിഡ് എയർബേസ് ആക്രമിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തിയായ എലിയറ്റ് റദ്വാൻ ഫോഴ്സിനെ ഛിന്നഭിന്നമാക്കുക എന്നതായിരുന്നു. എന്നാൽ ഗ്രൂപ്പിന്റെ ശക്തിക്ക് ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി ഹിസ്ബുള്ള കത്യുഷ റോക്കറ്റുകൾക്ക് പുറമെ ഫത്തഹ് 1, ഫത്തഹ് 2 ശ്രേണിയിൽപ്പെട്ട നിരവധി മീഡിയം റേഞ്ച് റോക്കറ്റുകളാണ് ഇസ്രായേലിനകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെയും മറ്റും നടത്തുന്നുണ്ടെങ്കിലും അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളുള്ള ഹിസ്ബുള്ളയുടെ യുദ്ധസന്നാഹങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇസ്രായേലിന് സാധ്യമായിട്ടില്ല. കഴിഞ്ഞ മണിക്കൂറുകളിലുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ മുഴുവൻ ജനവാസ മേഖലയിലേക്കാണെന്ന് ഹിസ്ബുള്ളയെ ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഗസ സിറ്റിയിലെ സൈത്തൂൺ പ്രവിശ്യയിലെ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 22 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ഫലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 13 പേർ കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ഓരോ ആക്രമണങ്ങളും നിരപരാധികളുടെ കണ്ണീരും കരച്ചിലും പരിതാപവാക്കുകളും നിറഞ്ഞതാണ്. എല്ലാ കഥകളും ചാനലുകളിലൂടെ ലോകം മുഴുവൻ കണ്ടിട്ടും ഫലസ്തീനികളുടെ സംഘടനക്കടൽ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് അതിലേറെ ദുഃഖമായി തീരുന്നത്.